ഹായ് കൂട്ടുകാരെ. അപ്പൊ നമ്മൾ ഈ വീട്ടിലാണ് വർക്കിന് വേണ്ടി വന്നേക്കുന്നത് കേട്ടാ. അപ്പൊ ഇതിന്റെ കനോപ്പി വർക്ക് ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീട്ടിലേക്ക് ചാറലൊക്കെ അടിച്ചിട്ട് നമ്മൾക്ക് അപ്പൊ ആ വരാന്തയിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കനോപ്പി സെറ്റ് ചെയ്യാനാണ് ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഇവര് ഈ കനോപ്പി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പോളികാർബൺ ഷീറ്റ് വെച്ചിട്ട് ആണ് ചെയ്തിരുന്നത്. അപ്പൊ പക്ഷേ അത് കുറച്ചു കാലം കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ഈ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് പോളികാർബൺ ഷീറ്റ് അത്ര നല്ലതല്ല. കാരണം അത് ഒരു 1 ഇയർ വരെ വളരെ കൃത്യമായിട്ട് നിൽക്കുമെങ്കിലും ഒരു മഴ കഴിഞ്ഞ് വരുമ്പോൾ അത് വളരെ മോശമായിട്ട് അടിഭാഗത്തേക്കൊക്കെ അതിന്റെ വൃത്തികേടായിട്ട്, അതായത് അഴുക്ക് പിടിച്ച് നാശമായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളത് റിമൂവ് ചെയ്തിട്ട് ബാക്കി ഇപ്പൊ അലുമിനിയം വെച്ചിട്ടും ACP വെച്ചിട്ടുമാണ് ഇതിന്റെ വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ACP വെച്ച് ചെയ്യുമ്പോൾ അടിയിലേക്ക് കൃത്യമായിട്ട് വിസിബിൾ ആവില്ല. കാരണം അടിഭാഗത്ത് വേറെയും ടോപ്പിൽ വേറെ ഷീറ്റുമാണ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ GI വെച്ചിട്ടാണ് ഇപ്പൊ ഇതിന്റെ ടോപ്പിലുള്ള ഫ്രെയിം വർക്ക് ചെയ്യണേ. അടിഭാഗത്ത് നമ്മൾ അലുമിനിയം വെച്ചിട്ടാണ് ചെയ്യണേ. അലുമിനിയം 1.5-ക്ക് 1-ഉം ടോപ്പ് ഭാഗത്ത് 1.5-ക്ക് 1.5-യുടെയും ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോ ആങ്കർ ബോൾട്ട് അടിച്ച് കൃത്യം നമുക്ക് ആണ് അതിന്റെ മുകളിലേക്കാണ് സെറ്റ് ചെയ്യണേ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിന്റെ മുകളിൽ ഒരാൾക്ക് വേണമെങ്കിൽ നിൽക്കാവുന്ന സ്ട്രോങ്ങിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ യൂറോ ബോണ്ട് ഷീറ്റാണ് നമ്മളിപ്പോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. കിട്ടാവുന്നതിൽ നല്ല ഷീറ്റാണ് യൂറോ ബോണ്ട്. അപ്പൊ നമ്മ ഈ വർക്ക് ചെയ്യുന്നത് ഒട്ടിച്ചാണ് കേട്ടോ. അപ്പൊ 1 mm ടേപ്പ് വെച്ചിട്ടും ബാക്കി സിലിക്കോണും വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ച് അപ്ലൈ ചെയ്യുന്നത്. സ്ക്രൂ ഒന്നും നമ്മൾ ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു വീട്ടില് ACP വെച്ച് വർക്ക് ചെയ്യുമ്പോൾ സ്ക്രൂ ഒന്നും ചെയ്യാത്ത രീതിയിലായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കാരണം എന്നാലേ അതിന്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരുപാട് വീതിയുള്ള സിലിക്കോൺ ലൈനോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ വീടുകളിലേക്ക് ACP ചെയ്യുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വർക്കുകളൊക്കെ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ 2 ഇഞ്ച് സ്ലോപ്പ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ വെള്ളം കൃത്യമായിട്ട് താഴേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സ്ലോപ്പ് ടോപ്പ് ഭാഗത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. വീടിന്റെ എലിവേഷനിൽ മാറ്റം സംഭവിക്കാത്ത രീതിയിലാണ് ഇപ്പൊ നമ്മൾ ഈ കനോപ്പി വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടാ. അപ്പോ അടിഭാഗത്ത് നമ്മൾ വുഡ് ഷീറ്റും ടോപ്പ് ഭാഗത്ത് ബ്ലാക്ക് സിൽവറുമാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ വുഡ് ടിംബർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വുഡ് കളറാണ് ഇപ്പൊ നമ്മൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ടോപ്പ് ഭാഗത്ത് ബ്ലാക്ക് സിൽവറും. അപ്പോൾ വൈറ്റ് സിലിക്കോണാണ് അടിഭാഗത്ത് അപ്ലൈ ചെയ്യുന്നത്. ടോപ്പ് ഭാഗത്ത് നമ്മൾ ബ്ലാക്ക് സിലിക്കോണും. ഇപ്പൊ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. സംഗതി ഇവിടേക്കൊന്നും വരാന്തയിലേക്കൊന്നും വീഴാത്ത രീതിയിലായിട്ട് ഇത് ടോപ്പ് വ്യൂ ആണ്. ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മുടെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പൊ നമ്മൾ ഇതിന്റെ വർക്ക് ചെയ്തേക്കുന്നത് ഒട്ടിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ സിലിക്കോൺ ലൈന അങ്ങനെയുള്ള ജോയിന്റുകളൊന്നും ഇതിൽ വിസിബിൾ ആവില്ല. അപ്പൊ ഇതുപോലുള്ള വർക്കുകൾ നമ്മളും ഇനിയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ബയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷനിൽ മാറ്റമില്ലാത്ത രീതിയിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കേ.